നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തോണ്ട് കീഴിലേക്ക് പോവാം. ഈ കിഴി ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കും. അല്ല, ആരാണോ ജയിക്കുന്നത് അല്ല ആരാണോ തോക്കുന്നത് അവര് ബിരിയാണി മേടിച്ചു തരണം. ഇത് ജയിച്ചാലും തോറ്റാലും നിനക്കിന്ന് ബിരിയാണി ഞാൻ വാങ്ങിത്തരാം. എന്നാ കുഴപ്പമില്ല, ഞാൻ വെറുതെ എറിഞ്ഞു നോക്കിയതാ, കിട്ടുമെന്ന് അറിയാലോ. ഇതിന് മുൻപ് ഒന്ന് എറിഞ്ഞല്ലേ? എപ്പിസോഡിന് മുൻപ് എറിഞ്ഞതാ, എന്നിട്ട് സെറ്റാക്കി വെച്ചിരിക്കും. അതിന്റെ അടിയിലൂടെ അല്ലേ ഞാൻ സത്യത്തില് എന്നാ പിന്നെ ഇതും കൂടി അങ്ങ് വരുമ്പോ ഒരു വാശിയും വൈരാഗ്യമൊക്കെ അങ്ങ് വരുമല്ലോ. വാശി വൈരാഗ്യം ബിരിയാണി വെച്ചിട്ട് കളിക്കണ്ട, അല്ലെങ്കിലും ഉണ്ട്. ഓയ് സോറി, അത് ചെറുതാ, വലിയ സംഭവം വാശിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടൈല് ടൈലാണ്, എടുത്തോ. എന്നാ ശരിയാ, പൊക്കോ. ഞാൻ എന്റേതെല്ലാം തീർത്തിട്ട് ഞാനങ്ങ് വരാം. ഓക്കെ. തുണ്ട് സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി 16 റിയാസ് ഷെരീഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ബിജു മേനോനും ആസിഫ് അലി. നല്ല അടിപൊളി ഒരു പോസ്റ്റ്. തുണ്ടിൽ ആസിഫ് അലി ഉണ്ടോ? ആസിഫ് അലി ഇല്ലല്ലേ, സോറി മാറിപ്പോയി. അത് വേറെ, ഇത് വേറെ. അത് കാരണം ഇവര് പോലീസ് വേഷത്തിൽ തന്നെ വരുന്നതായതുകൊണ്ടാട്ടോ ഇങ്ങനെ കൺഫ്യൂഷൻ. അതെ, അത് അതിലും പോലീസ്, ഇതിലും പോലീസ്, ഇനി വേറെ ഏതോ ഒന്നിലും അതിലും പോലീസ്. ഇത് പറയാൻ വേണ്ടിട്ട് നീ മനപ്പൂർവ്വട്ടല്ലേ ആസിഫിന്റെ പേര്? ഓക്കെ, എന്തായാലും ഷൈൻ ടോം ചാക്കോ, ബിജു മേനോൻ ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. തുണ്ട് എന്താ 2 സിനിമയുടെ അപ്ഡേഷൻ പോയില്ലേ? പിന്നല്ല, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. തലവനും പോയി, തലവനും പോയി, ഇതും പോയി. ഓക്കെ, അടുത്ത കീഴേ മൃദുഭാവേ ദൃഢകൃത്യേ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 2 സിനിമ റിലീസിനെത്തും. ഓക്കെ. ഇതിലെ താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സംവിധാനം ചെയ്യുന്നത് ഷാജോൺ കരിയൽ ആളാണ് സംവിധാനം ചെയ്യുന്നത്. നടന്മാരും ഒക്കെ പുതിയ താരങ്ങളാണ്. നമുക്ക് കറക്റ്റ് പിടുത്തം കിട്ടുന്നില്ല ആരെയും. നല്ല പേരാട്ടോ അല്ലേ? മൃദുഭാവേ ദൃഢകൃത്യേ. ലാൽ സലാം സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. കപിൽ ദേവിന്റെ ബർത്ത്ഡേ വിഷ് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് കേട്ടോ. ലാൽ സലാം സിമ്പിളായിട്ട് പറഞ്ഞിട്ട് മതിയടാ, സിമ്പിൾ മാസാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും സിനിമ റിലീസ് ചെയ്യുന്നത് ഡേറ്റ് ഈ പൊങ്കൽ ടൈം ആയിരുന്നു, അതിന് മാറ്റിയിട്ടുണ്ട്. ജനുവരി 19. ഓക്കെ. രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വിഷ്ണു വിശാൽ നായകനായിട്ട് തോന്നുന്നു. കപിൽ ദേവ് ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത RC16 രാംചരന്റെ കിഴി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടും? ആർക്ക് കിട്ടണം? ആർക്കും കിട്ടാൻ പാടില്ല, കിഴിയേ കിട്ടാൻ പാടില്ല. RC16 നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാർ പ്രധാന വേഷത്തിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആദ്യം RC15 ഇറക്കിയത്. നിങ്ങൾ ഗെയിമൊക്കെ ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്യും, എന്നിട്ട് കളിക്കാനുള്ള ആൾക്കാർ ഇറക്കി അല്ലേ? ഓക്കെ. അടുത്തത് നടികർ തിലകം. വാവ്, സിനിമ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ഫോട്ടോയും കുഞ്ഞു വീഡിയോയും അറിയാം. ഓക്കെ, അപ്പൊ നടികർ തിലകം ലാൽ ജയാർ തകർക്കട്ടെ. അടുത്ത കിഴി രമേഷ് പിഷാരടി മൂവി. സൗബിൻ സാഹിറാണ് ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് കേട്ടോ. സൗബിൻ സാഹിർ നടികർ തിലകത്തിൽ പ്രധാന വേഷത്തിലുണ്ട് കേട്ടോ. ടോവിനോയും സൗബിനുമാണ് പ്രധാന വേഷത്തിൽ. ഓക്കെ, ഇതിലും അതായത് പിഷാരടിയുടെ സംവിധാനത്തിൽ വരുന്ന സിനിമയിലും പ്രധാന വേഷത്തിൽ സൗബിനാണ്. എന്തായിരിക്കും പേര്? ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. മറ്റേ ഗാനഗന്ധർവനായിരുന്നല്ലോ. അതെ, മമ്മൂക്കക്ക് ഒരിക്കലും ചേരാത്ത പേരാണത്. പിന്നെ ജയറാമിന് ഏതായിരുന്നു? പഞ്ചവർണ്ണ. അതിനകത്ത് എന്തെന്നറിയോ, കുറെ ജയറാമിന്റെ ഒരു വേറിട്ട ലുക്കും അഭിനയം ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗാനഗന്ധർവനാണ് മോനെ. മറ്റേ പേരിൽ തന്നെ, അതായത് പേരിൽ തന്നെ അതിന് ഫ്ലോപ്പ് തുടങ്ങുകയാണ്. ആ പേര് തന്നെ മമ്മൂക്കേന്റെ സിനിമയ്ക്ക് ചേരൂല അല്ലേ? അതെ, അത് തന്നെ ഒരു ട്രോള് പോലെയാണ് അല്ലേ? സത്യം. അതായത് മമ്മൂക്കെ വെച്ചിട്ട് ഗാനാന്തരം എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. ഞാൻ ചിരിച്ചിട്ടുണ്ട് ഒരുപാട്. ഞാനിപ്പോ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്, ചിരി നിർത്തൂല. പിന്നെ പ്രതീക്ഷ വെക്കും നമ്മള്, അത് നമുക്കറിയില്ലല്ലോ. പക്ഷെ എന്തായാലും അത് തെറ്റിയില്ല, അതുപോലെ തന്നെ പേര് പോലെ തന്നെ ഫ്ലോപ്പ് ആയി. അടുത്തത് അപ്പൊ ഇത് ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ കാരണം അറിയോ? അറിയാം. ഒരിക്കലും ചേരാത്ത സാധനമാണ്
ഡബിങ് വളരെ മോശമായിരിക്കുമല്ലോ സൗബിന്റെ. അതുകൊണ്ട് തന്നെ ആ ഒരു പേരായിരിക്കും സാധ്യത. അടുത്തത് ഓക്കെ, പ്രശാന്ത് നീൽ നെക്സ്റ്റ് മൂവി സലാർ 2-ന് ശേഷം പ്രശാന്ത് നീലിന്റെ സിനിമ ഒരു ഹൊറർ മൂവി ആയിരിക്കും കേട്ടോ. ഉടനടി പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുന്നതാണ്. മടുത്തു തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നിയ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സലാർ എന്ന് പറഞ്ഞ സിനിമയില് ആ ഇരുട്ടത്തിരുന്ന തള്ള അതൊക്കെ പറയില്ല, ആ സമയത്ത് 2 പല്ലും കൂടി വെച്ച് കൊടുത്താൽ അതും പ്രേത ക്യാരക്ടറായി പോകും. അത് വെറൈറ്റി ആയിട്ട് ചെയ്തതല്ലേ? പല്ലൊക്കെ പഴയ ക്ലീശയല്ലേ? അതൊരു സത്യം. അത് ശരിക്കും ഹൊറർ മൂവിയാ ഈ സലാർ. അതില് എന്താ ആ തള്ള പോട്ടെ, അത് എന്താ മറ്റേ ശ്രീറെഡ്ഡി എന്താണ് പേര്, ആ ആളായിരുന്നു അതില്. അതിനു മുൻപ് അതായത് ഒരു വെറുപ്പിക്കുന്ന ഒരു ഹൊറർ ക്യാരക്ടർ ഉണ്ട് അതില്. ആരാ? അതായത് സലാറിന്റെ തള്ള. അതായത് സലാർ പിന്നെ എല്ലാവർക്കും ഈ സലാറാണ് ഇതിലെ ഏറ്റവും വലിയ പ്രേതം തോന്നുന്നു. കാരണം ആരുടെ മുമ്പിൽ ആള് വന്ന് നിന്നാലും എല്ലാവരും ഇങ്ങനെ പേടിക്കും, തള്ളയൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കും. അതിനൊരു 10,000 തോക്കുകൊണ്ട് ആൾക്കാർ ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിലും ആളുടെ ഒരു വെട്ടത്തി ഉള്ളെങ്കിലും അവരും പേടിക്കും. അതെ, അല്ല സത്യം തന്നെയല്ലേ? അതായത് ഇങ്ങനെ പ്രത്യേക കഴിവുണ്ട് ഹൊറർ ആയതുകൊണ്ടല്ലേ ഈ കമ്പി ചുളിച്ചു കളഞ്ഞത് പിടിച്ചിട്ട് ഒറ്റപ്പെടുത്തതിന് ചുളിഞ്ഞു പോയി. പിന്നെ വേറെ ഒന്നും ഉണ്ട്, ഒരു ചെറിയ കത്തി. ചുരുക്കി പറഞ്ഞ ഹൊറർ മൂവിയാണ് ഒറ്റ കാര്യം, അത് ഹൊറർ മൂവി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഹൊറർ മൂവി എന്ന് പറഞ്ഞാൽ വേറെ ചെയ്യണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, നിങ്ങൾ ഇറക്കിയിരിക്കുന്നത് സലാർ ഒരു ഹൊറർ മൂവിയാണ്. ശരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ശരിയാണ്. അതിനകത്ത് മറ്റേ ഒരു സീനുണ്ട്, മറ്റേ ചോര മാത്രം കഴുത്തേക്ക് അടിച്ചു കുടിക്കുന്ന ടീമുകള്, ഓർമ്മയില്ലേ? ഒരു പ്രത്യേക ടീമുകളെ വളർത്തുന്നുണ്ടല്ലോ, സൈക്കോസ്. സലാർ ഹൊറർ മൂവി തന്നെ ജോണർ അല്ലേ? ഈ അമ്മ പേടിക്കുന്ന ഒരു സീനുണ്ട്, ആ കത്തില്ലേ, പ്ലാസ്റ്റിക്കിന്റെ കത്തി കണ്ടിട്ട് പേടിക്കുന്നത്. അപ്പൊ അത് ഹൊറർ ആയിട്ടുള്ള രീതിയിലായതുകൊണ്ടാണ് അതിലേക്ക് കേക്ക് മുറിക്കാൻ സമ്മതിക്കില്ല ചെറുക്കനെ കൊണ്ടത് പാവം. ഓക്കെ, അടുത്ത കിഴി ഗുണ്ടൂർ ഖാരം. സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനാകുന്ന ഗുണ്ടൂർ ഖാരം സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു. അതിന് കാരണം പെർമിഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത് പ്രഖ്യാപിച്ചത്? അല്ല, ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ട്രെയിലറിന്റെ കാര്യത്തിലും തീരുമാനമായി എന്നുള്ളതാണ്. ഏതാണ്ട് അതിൻ്റെ ഒരു എന്തായാലും ഇതിന് സാങ്ഷൻ കിട്ടുന്നു. അതിനുശേഷം അതിൻ്റെ പ്രീ റിലീസ് ഇവന്റ് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം അന്നത്തെ ആ ഒരു ഈവനിങ്ങിൽ ട്രെയിലർ പുറത്തു വരും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കേൾക്കുന്നത്. പ്രതീക്ഷകൾ സിനിമ റിലീസ് ആയതിനു ശേഷം സംഭവിക്കും ട്രെയിലർ. സിനിമ ഒക്കെ പുറത്ത് വരുന്നതിന് മുമ്പേ പുറത്ത് വിടി, കാണാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അതായത് ലിയോ സിനിമക്ക് സംഭവിച്ചത് തന്നെ. ലിയോ സിനിമക്ക് സംഭവിച്ചത് എന്തോ കിട്ടിയിട്ടുണ്ട്. ചേറ്റക്ക് അഹങ്കാരത്തിന്റെ തളപ്പ് കാണാനുണ്ട്. അഹങ്കാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്നലത്തെ കിഴി എപ്പിസോഡ് എടുത്ത് നോക്കണം. എന്താ പറയാ, എന്താണ് അതിവിനയത്തിന്റെ അഹങ്കാരം കാണുന്നുണ്ട്. തിളപ്പ്, ആ തിളപ്പുണ്ടല്ലോ, അത് തിളക്കൂടാ, അത് തിളയ്ക്കാനുള്ള സാധനമാണ്. എന്താ പറഞ്ഞു? കാളിയൻ തിളക്കണോ? അല്ല പിന്നെ കാളിയൻ സിനിമ വരാൻ പോകുന്നു. 2024 തന്നെ ഷൂട്ട് തുടങ്ങാനുള്ള പരിപാടികളൊക്കെ പ്ലാനിങ്ങിലാണ്. കാരണം ഇവരുടെ കാളിയൻ ടീം ഗുരുവായൂർ അമ്പലനടയിൽ സെറ്റിൽ പോയിട്ട് പൃഥ്വിരാജിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സമ്മതിക്കൂല. എന്നിട്ട് ഇവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്, ടുവാർഡ്സ് ദി ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം 2024 ഷൂട്ട് തുടങ്ങാനുള്ള പ്ലാനിങ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാളിയൻ ഒന്നൊന്നര സാധനമായിരിക്കും. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, റിവ്യൂ പോസ്റ്റർ ഒന്ന് മാറ്റി തരുമോ? അതൊരു സത്യം, പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പം ഇല്ല, മലയാളത്തിലേക്ക് വരുമ്പോൾ മാറ്റം വരും. ഇല്ല, കഴിഞ്ഞു. ആദ്യം അതായത് KGF തുടക്കത്തിലുള്ള സാധനം തന്നെയാണ് ഇപ്പോഴും. അയ്യോ, ഞാൻ ആ സാധനം ഓർത്തില്ല. സലാറിന്റെ കാര്യം ഞാൻ വിട്ടുപോയത്. എല്ലാം തന്നെ മാറ്റം എന്തെങ്കിലുണ്ടോ? ഒരു മാറ്റമില്ല. കപ്സിൽ മാറിയോ? സലാറിന് മാറിയോ? KGF 2 മാറിയില്ല. അതെന്തായാലും പിന്നെ മാറരുത്. അപ്പൊ മിക്കവാറും ഇവരെ മാറ്റിക്കോളും. ഇവര് മാറ്റും. അപ്പൊ ടീമിനെ കാളിയും ടീമിനെ മാറ്റിക്കോളും. അത് KGF കണ്ടിട്ടാണല്ലോ ഇവരെന്തായാലും ഓൾറെഡി ഇയാളെ വിളിച്ചിട്ടുണ്ടാവും.
പക്ഷെ ഇതിന്റെ ആ ചെറിയൊരു അനൗൺസ്മെന്റ് വീഡിയോ വന്നപ്പോൾ മ്യൂസിക് ആണെങ്കിൽ ഭീകര സാധനമായിരുന്നു. അതൊരു അടുത്ത കിഴി ഗുരുവായൂർ അമ്പലനടയിൽ. അടിപൊളി. അതിപ്പോ എങ്ങനെ സംഭവിച്ചു? അതങ്ങനെയാണല്ലോ. ഗുരുവായൂർ അമ്പലനടയിൽ നമ്മുടെ LJP ചെന്നിട്ടുണ്ട്. എന്നിട്ട് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മലൈക്കോട്ടെ വാലിബൻ വിജയിക്കണേ എന്നായിരിക്കും. എനിക്ക് ബലമായ ഒരു സംശയം എന്താണെന്നറിയാം. എന്തിന് അല്ല സംശയം അതെന്റെ ഉള്ളിലാണ്, എനിക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. എന്തിന് LJP ഗുരുവായൂർ അമ്പലനട സെറ്റിൽ പോയിട്ടുണ്ടാവും? ലൊക്കേഷനിൽ പോയി പൃഥ്വിരാജിനെ കാണാൻ. മറ്റവരിപ്പോ പോയതെന്ന് നമ്മളിപ്പോ പറഞ്ഞു, കാളിയൻ സിനിമേന്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പം LJP പോയത് എന്തിനായിരിക്കും? പൃഥ്വിരാജിനെ കാണാൻ. എന്തിനാ? അടുത്ത സിനിമ ചെയ്യാൻ. അല്ല എന്താ കാര്യം? പൃഥ്വിരാജ് പറയാൻ പറ്റില്ല, വെറുതെ ഒരു സൗഹൃദം വെച്ച് പോയി. ചിലപ്പം അയൽവക്കത്തല്ലേ, ഞാനൊന്നും പോയിട്ടൊന്നേക്കാന്ന് കരുതി പോയതായിരിക്കും. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ LJPയുടെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ കഥ എന്താണ് അതിന്റെ സ്കെയിൽ എന്നുള്ളതൊക്കെ പൃഥ്വിരാജിനെ അറിയാമെന്ന് ഇന്റർവ്യൂല് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ആളറിഞ്ഞു? ലാലേട്ടൻ പറഞ്ഞു? ഇല്ലല്ലോ. ലാലേട്ടൻ പറയോ? അപ്പൊ LJPയും പൃഥ്വിരാജും തമ്മിലുള്ള വേറെ സിനിമയുടെ ചർച്ച നടന്നപ്പോ പറഞ്ഞതായിരിക്കും. അങ്ങ് ഉണ്ടാക്കും ഞങ്ങളില്ലെങ്കിലും. എന്താണെങ്കിലും കൊള്ളാം. അപ്പൊ 2 ടീം ഇന്നലെ സന്ദർശിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലനട സെറ്റ്. ഒരുപാട് പേര് പോകാറുണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും. അടുത്തത് ദേവര സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതായത് ഗ്ലിംസ് അനൗൺസ്മെന്റ് ചെയ്തിട്ടുള്ള പോസ്റ്ററാണ്. അതെ, ആൾറെഡി വന്നതാണ്. എന്നാലും വീണ്ടും അതായത് ഗ്ലിംസിന്റെ അനൗൺസ്മെന്റ് ആൾറെഡി വന്നതാണ്. പക്ഷേ ഈ പോസ്റ്റർ പുതിയതാണ്. എന്തായാലും അപ്ഡേറ്റ് ആണല്ലോ. തീർച്ചയായിട്ടും 8-ാം തീയതിയാണ് ഗ്ലിംസ് വരുന്നത്. ടൈം ഒന്നും വന്നിട്ടില്ല. പുളിക്കൂലേ? പൊളിക്കും. പുളിക്കാതെ മോരോ, ഇത് ദേവരയാണ്. മേ ബി പൊളിക്കും. ഏത് കടല് പിളർന്നും വരും. പാർട്ട് 1 ആണ് അല്ലേ? പാർട്ട് 1. ഓക്കെ, അടുത്ത കിഴി എടുത്ത് തുറക്ക, എന്നാലല്ലേ അറിയുള്ളൂ. ക്യാപ്റ്റൻ മില്ലർ. അറിഞ്ഞോ? എന്ത്? എന്റെ മോനെ. ക്യാപ്റ്റൻ മില്ലർ സിനിമയുടെ ഒഫീഷ്യൽ ട്രയലർ ഇന്നുണ്ട് 5 മണി. ഇതാണ് ടൈം എന്നൊക്കെ പറയുന്നത്. അതാണ് സമയം. അല്ലാണ്ട് അതാണ് സമയം. 8:07, 10:05. മനുഷ്യന്മാർ ഇത് കിടന്നുറങ്ങാൻ നിൽക്കുമോ? ഇത് കാണാൻ നിൽക്കുമോ? ചീത്ത വിളിക്കല്ലേ? ഓക്കെ, ഞാൻ വിട്ടു. ടൈഗർ 3 സിനിമയുടെ OTT 31-ാം തീയതി, ജനുവരി അല്ല, ഡിസംബർ 31-നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ജനുവരി 7-ാം തീയതി. ഓക്കെ, ആമസോൺ പ്രൈമിൽ. നാളെ. അപ്പോൾ അടുത്ത കിഴി അന്വേഷിപ്പിൻ കണ്ടെത്തും. പുതിയ പോസ്റ്റർ ടോവിനോ തോമസ് വെടിപ്പായിട്ട് വൃത്തിയായിട്ട് ശരിക്കൊന്ന് കണ്ടു. ഇതിൻ്റെ പോസ്റ്റർ പലതും വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ശരിയായ രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ മുതലിൻ്റെ ലുക്ക് കണ്ടു. അപ്പം ശരിക്കും കണ്ടു. അടുത്ത് കണ്ടു. ഫെബ്രുവരി 9-നാണ് സിനിമ റിലീസിനെത്തുന്നത്. അതവർ ആൾറെഡി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതായിരുന്നു കേട്ടോ. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. അടുത്തത് അബ്രഹാം ഓസ്ലർ. നിരാശ കാണിക്കണം. അഭിനയിക്കട്ടെ. ഇനി അങ്ങോട്ട് തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി സിനിമയിലില്ല. ജയറാമേ ആശാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടൊന്നുമില്ല. പിന്നെ മമ്മൂട്ടി ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. 49 ദിവസം 59 ദിവസമായിട്ട് ആള് ഷൂട്ടിന് പോയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊന്നും ഞാൻ മമ്മൂട്ടിനെ കണ്ടിട്ടില്ല. അല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നപ്പോൾ ലാസ്റ്റ് ഡെവിൾസ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ ഡയലോഗ് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിമർശിച്ചു. നിങ്ങൾ എന്ത് മലയാളികളാന്ന് വെച്ചിട്ട് മമ്മൂട്ടിയുടെ സൗണ്ട് മനസ്സിലാകാതെ മമ്മൂക്കയെ കണ്ടിട്ട് തന്നെ തിരിച്ചറിയാത്ത ഒരാളാണ് ജയറാം. കൊടുത്തു. ചിലപ്പോ ജയറാം ഉദ്ദേശം ഇങ്ങനെ ആയിരിക്കും. അതായത് മമ്മൂക്ക ക്യാരക്ടറായിട്ട് ഇപ്പൊ ബ്രഹ്മയുഗത്തിന് നമ്മൾ പറഞ്ഞില്ലേ, മമ്മൂക്കയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിരിക്കും. അപ്പൊ മമ്മൂക്കയെ കാണുന്നില്ല, വേറൊരാളായിട്ട് കാണുന്നു. വേറൊരാളാണ് അതിനകത്ത് വില്ലനായിട്ട് വന്നിട്ടുള്ളത്, മമ്മൂക്ക അല്ല. അതെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തിരിച്ചായിരിക്കും, മമ്മൂക്ക വന്നു മമ്മൂക്കയായിട്ട് തന്നെ അഭിനയിച്ചായിരിക്കും.
പക്ഷെ അപ്പോൾ വേറെ രീതിയിൽ പറയാം, അതായത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ഇരിക്കുന്ന ജയറാം സിനിമയിൽ അഭിനയിക്കുന്നത് ഓസ്ലറാണല്ലോ. അപ്പൊ ആ ഓസ്ലർ ജയറാം കണ്ടിട്ടില്ല. ശരി ശരി ശരി, അങ്ങനെ. ഓക്കെ, എന്താണെങ്കിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, നന്നായിട്ട് ജീവിതത്തിലും സിനിമയിലും ഗംഭീര അഭിനയ. ജയറാമിനോട് പറയുന്നത് കൊടുക്കണേ, അതായത് ഈ നിങ്ങളിപ്പോ മെയിൻ നായകനായി വരുന്ന ഈ ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിൽ വില്ലൻ ഈ മമ്മൂട്ടിയാണ്. മമ്മൂക്കയാണ് വില്ലൻ, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് അറിഞ്ഞോ, മമ്മൂക്കയാണ് വില്ലൻ. അങ്ങോട്ട് പറഞ്ഞു തരാണ്. ഇനി തിയേറ്ററിൽ പോയി ഞെട്ടാനൊന്നും നിൽക്കണ്ട. ഇനി അതേ പറഞ്ഞ സിനിമയിൽ ഇനി അന്വേഷിച്ചു പോകാനൊന്നും നിൽക്കണ്ട, മമ്മൂക്കനെ അങ്ങ് അറസ്റ്റ് ചെയ്താൽ മതി. ഇനി അന്വേഷണത്തിന്റെ ആവശ്യമില്ല, സിനിമ കഴിഞ്ഞു, റിലീസില്ല ആദ്യം തന്നെ. ഓക്കെ, അടുത്ത കിഴി. നേര് പറഞ്ഞതൊക്കെ നേരായല്ലോ. നേര് സിനിമയുടെ കളക്ഷൻ, അതായത് കേരളത്തിൽ 40 കോടിക്ക് മുകളിൽ കേരള ഗ്രോസ് വന്നു. ആളുടെ 4ാമത്തെ സിനിമയാണ് 40 കോടിക്ക് മുകളിൽ ഗ്രോസ് വരുന്നത് കേട്ടോ. അങ്ങനെ ഒരു നടൻ മലയാളത്തിലില്ല. ആദ്യം റയർ, അല്ല റയർ അല്ല, ആളെ ഉള്ളൂ, വേറൊരു നടനില്ല. ഒരൊറ്റ പീസ്. അത് ഏതൊക്കെയാണ്? പുലിമുരുകൻ, ലൂസിഫർ, ദൃശ്യം, ഇപ്പോ നേര്. ഇനി വേൾഡ് വൈഡ് ഗ്രോസ് 75 കോടി. 75 കോടി. അതും ഇങ്ങനത്തെ ഒരു സിനിമ, അതും സിനിമ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ കളിച്ചു ഓടിക്കൊണ്ടിരിക്കുന്നു. അതെ, അത് ഇങ്ങനത്തെ ഒരു സിനിമ. ഇനി വരാനിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ, ബാരോസ്, ബാരോസ്. പിന്നെ എനിക്ക് അങ്ങോട്ട് എത്തണ്ട, അതല്ല ലൂസിഫറൊക്കെ തരും. അതാ പറഞ്ഞത്, അങ്ങോട്ടൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മാസത്തിൽ തന്നെ ഒന്ന് കണക്ക് കൂട്ടണം. അതെ, മലൈക്കോട്ടെ വാലിബൻ, അത് മാത്രം. അല്ല, എനിക്കത് പറയപ്പോ പേടിയാണ്. എന്തിന്? നമ്മൾ ഹൈപ്പ് എടുക്കാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ, നമ്മളിങ്ങനെ ത്രില്ലടിച്ച ആവേശം കൊണ്ട് ഉറക്കം കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു വല്ലാത്ത അവസ്ഥ. അല്ല, ഞാൻ ആലോചിക്കുക, നമ്മളിപ്പോ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ, ഇതൊന്നും നമ്മൾ ചെയ്യാത്ത, നമ്മൾ സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഇതിന് അപ്പുറമായിരിക്കും പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അതുപോട്ടെ, ഈ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിലിരുന്ന് അതാ പറഞ്ഞ. ഇത് നമ്മള് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇനി ഹൈപ്പ് കൂടണ്ടെന്ന് കുറച്ചാ പറയുന്നത്. സത്യം. ഇത് അതുക്കും മേലെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. കാരണം ഒരു നേരെ പ്രതീക്ഷ നമ്മൾ ഏത് സിനിമക്കും കൊടുക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ട് പൊങ്കാലിടും. അതുകൊണ്ട് അത് ആ 1% വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേതിൽ അതൊന്നുമില്ല, ഒന്നുമില്ല. ഫ്രീ പട്ടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും, എത്ര ഉയരത്തിലും. അത് എത്രയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങ് ഏറ്റവും വരെ എക്സ്പെക്ട് ചെയ്യും. അതാണല്ലോ, അത് നമുക്ക് സുഖമാണല്ലോ. LJP നിരാശപ്പെടുത്തൂല, ഞങ്ങളെ നിരാശപ്പെടുത്തൂല. മറ്റുള്ള കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം എന്തായാലും കിഴി എപ്പിസോഡ് കൊടുത്ത് വന്നിരിക്കുകയാണ്. ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് നല്ല കുട്ടൻ ബിരിയാണി കഴിച്ചിട്ട്, അത് എനിക്ക് ഉറപ്പാണ്. അത് ഉറപ്പ് തന്നെ പറയേണ്ടി വരും. അതിപ്പോ എങ്ങനെ അവിടെ കുട്ടൻ ബിരിയാണി തന്നെ ഉള്ളൂ. ആണോ? എന്നാ കുഴപ്പമില്ല. കുട്ടേട്ടൻ, അതായത് കുട്ടനാണ് ആളുടെ പേര്, ബിരിയാണി തരുന്നാളെ. ഇത്രയും നിനക്ക് അറിഞ്ഞിട്ട് മതിയായി. ബിരിയാണി അറിയാതിരുന്നാ പോട്ടെ. കിഴി എപ്പിസോഡിൽ എത്രയും വേണമെങ്കിൽ അളിയാം, പക്ഷെ ബിരിയാണി അറിയാൻ പാടില്ല.